എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനിയാണെ രാകേഷിനോട് പറയുവാണ്, എടാ നീ ഒന്ന് വിളിച്ചു നോക്കിയേ, നന്ദുവിന് കിട്ടുമോയെന്ന് അറിയാമല്ലോ, അവളിപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ, ഓഫീസിലാണോ എന്ന് അറിയത്തില്ല, നീ ഒന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ, എടാ അവളെ ശല്യം ചെയ്യേണ്ട, അവൾ ഡ്യൂട്ടിയിലാണെങ്കിൽ അവൾക്ക് ദേഷ്യമാവും, ഞാൻ വിളിച്ചപ്പോലും ഫോൺ എടുക്കാറില്ല ഇപ്പം എന്ന് പറയുമ്പോൾ, നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുക. അങ്ങനെ രാകേഷ് വിളിക്കുന്നു. വിളിച്ച് കഴിയുമ്പോൾ എന്നെ രാകേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും, നീ ഇപ്പോൾ എവിടെയാണ്, ഓഫീസിലാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും, അല്ല ഞാൻ ഓഫീസിലല്ല, പുറത്താണ്, ചെക്കിങ്ങിലുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്തേക്കും അനു ഫോൺ പിടിച്ച് മേടിക്കുക. എന്നിട്ട് ഹലോ മാഡം ഞാനാ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നെങ്കിൽ, നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോ അനി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുവാണ്. അന്നേരം രാകേഷ് ചോദിക്കും, അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു, അവൾക്കിപ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുക. അന്നേരം രാകേഷ് പറയുന്നുണ്ട്, എടാ അവൾക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, അവളെ നമ്മൾ ശല്യം ചെയ്യേണ്ട, അത് അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ പറയുമ്പോൾ, ഓ അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഘ്നേഷ് ഒരു കുപ്പിയൊക്കെ ആയിട്ട് വരുവേ. വിഘ്നേഷിന് ആദ്യത്തെ ശമ്പളം കിട്ടി, അതിൻ്റെ ചിലവാണ്. ആ കുപ്പി എടുത്ത് അവിടെ വെക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എനിക്കൂടെ കുറച്ച് തന്നെന്ന്. അന്നേരം അവർ പറയും, ഇല്ല നിനക്ക് തരത്തില്ല, നീ നിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് വെള്ളം ഒഴിച്ചിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നീ കഴിക്കണ്ട എന്ന് പറയും. അന്നേരം അനി പറയും, എടാ എനിക്കൂടെ ഒന്ന് താടാ, ഒരു ചെറുത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല, കുടിക്കാത്തവർ കുടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല, പ്രത്യേകിച്ച് നന്ദു ആണെങ്കിൽ ചെക്കിങ്ങിൽ നിൽപ്പുണ്ട് റോഡിൽ, അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ, ഓ അവൾ ചെക്കിങ്ങിൽ നിൽപ്പുണ്ടല്ലേ, അതാണ് പ്രശ്നം, എങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അന്നേരം കുപ്പി പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. നമ്മൾ കടിഞ്ചായ ഒക്കെ കുടിക്കുന്ന പോലെ ഒരു അര ഗ്ലാസ് മദ്യം ഒഴിക്കും, എന്നത് ഒറ്റയടിക്കാൻ കുടിക്കും. അന്നേരം അവർ ചോദിക്കും, നീ എന്നത് ഈ കാണിച്ച്, ഇത് കടിഞ്ചായ ഒന്നുമല്ല, അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിക്കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഓ കുടിച്ചിട്ട് ഇങ്ങനെ നെഞ്ചും പൊത്തിക്കൊണ്ട് നിൽക്കുവാണേ. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ട സാധനങ്ങൾ നിങ്ങൾ കുടിക്കുന്നത്, എൻ്റെ ഭഗവാനെ എന്നെക്കൊണ്ട് ഏതാണ്ട് പോലെ തോന്നുക, ഓ എൻ്റെ ചൊവ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ കുടിക്കരുത് കേട്ടോ, ഇങ്ങനെ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിന് അഡിക്റ്റ് ആയി പോകുമെന്ന് പറയുമ്പോൾ, അതിന് ഞാൻ കുടിക്കാറൊന്നുമില്ലല്ലോ, ഇന്ന് കുടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുക. അന്നേരം അവർ പറയും, നീ ഇന്നിപ്പോൾ പോകണ്ട, പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല, കുടിച്ചിട്ട് വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുകയല്ലോ എന്ന് പറയുമ്പോൾ, ഓ അവർക്ക് ഇഷ്ടപ്പെടുകയല്ലെന്നാ, ഇഷ്ടപ്പെടരുത്, എൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നതിൻ്റെ പേര് ഞാനൊരു മുഴുക്കുടിയനായിട്ട് മാറുവാന്ന് വീട്ടുകാർക്കൂടെ തോന്നട്ടെ, അങ്ങനെയെങ്കിൽ അവളെ എൻ്റെ തലേന്ന് ഒന്ന് ഒഴിവാക്കി തരട്ടെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവർ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്, തട്ടിക്കളഞ്ഞിട്ട് വിറ എന്ന് പറഞ്ഞിട്ട് പോകുക. അനി മദ്യപിക്കാറില്ലാത്തത് കൊണ്ടും വെള്ളം ഒഴിക്കാതെ ആ സാധനം കഴിച്ചതുകൊണ്ടും പെട്ടെന്ന് പൂസായി. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ ഓടിച്ച് കേട്ടവാനെ, വണ്ടി ചില കാറൊക്കെ ഓണടിച്ച് മാറ്റി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വണ്ടി ഒരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു ജംഗ്ഷനിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നോർത്തിങ്ങനെ നിൽക്കുവാണ്. എന്നുവെച്ചാൽ നന്ദു ചെക്കിങ് നടത്തോട്ടാണല്ലോ ചെല്ലണ്ടേ. അന്തിക്ക് ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് വരും. അനി ഹെൽമെറ്റ് ഇല്ലാതെയാണ് വണ്ടിയിലിരിക്കുന്നത്. അന്നേരം പറയും, അതെ അവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ, ആ അവിടെയാണോ ചേട്ടാ ചെക്കിങ്, അത് ഞാൻ നോക്കി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവാണ്. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടുന്ന് ഇറങ്ങി വന്നതാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ നന്ദു ആണെങ്കിൽ ചെക്കിങ്ങിൽ നിൽപ്പുണ്ടായിരുന്നേ. ചെക്കിങ്ങിൽ ഒരു ചെറുക്കൻ കൊച്ചിനെ പിടിക്കും, അവനെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കുന്നത്. അന്നേരം അവൻ പറയും, ഞാൻ MLA-യുടെ അനിയനാണെന്ന്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഏത് MLA-യുടെ അനിയനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും പൗരന്മാരാണ്, അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെറ്റി എഴുതി തരും, അത് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു അവന് പെറ്റി എഴുതി കൊടുക്കുന്നത്. അന്നേരമാണ് അനി അങ്ങോട്ട് ചെല്ലുന്നത്. അനി ഹെൽമെറ്റ് ഇല്ലാതെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ നന്ദുവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് വണ്ടി നിർത്തി ഹെൽമെറ്റൊക്കെ വെക്കും. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തുക. അന്നേരം നന്ദു മനസ്സിലോർക്കുക, ഈശ്വര ഹെൽമെറ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട്, എന്താ അനി ഇത്, പൊയ്ക്കോ എന്ന് പറയും. അന്നേരം, അയ്യോ സാറേ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പിന്നെ നീ മദ്യപിക്കാറൊന്നും ഇല്ലാത്തല്ലേ, നീ പൊയ്ക്കേ എന്ന് പറയും. അന്നേരം അവിടെ ആ MLA-യുടെ അനിയൻ നിൽപ്പുണ്ടല്ലോ. അന്നേരം അവൻ ചോദിക്കും, അതെന്താ സാറേ ഒരാൾ ഇങ്ങോട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ചെക്ക് ചെയ്യാതെ വിടുന്നത്, MLA-യുടെ അനിയനെ പോലെ തന്നെ അവർക്കും നിയമം ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് കയറി പോവാണ്. അന്നേരം നന്ദുവിന് പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ടാവുമല്ലോ. അന്നേരം കൂടെയുള്ള SI ഊതിക്കുവാണ് അനിയെ. അന്നേരം മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. അന്നേരം അനി തന്നെ പറയുവാണ്, ഞാനേ വെള്ളം ചേർക്കാതെയാണ് കഴിച്ചത്, അതുകൊണ്ട് മെഷീനിൽ നന്നായിട്ട് കിട്ടും എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അനി ഇങ്ങനെയൊക്കെ ആകുന്നത്, മൂർത്തി മുത്തശ്ശനെ പോലെ ഒരു മനുഷ്യൻ്റെ കൊച്ചുമകനാണ്, അദ്ദേഹത്തിൻ്റെ വില കളയാനായിട്ട് എന്നിങ്ങനെ പറയുമ്പം ആ കൂടെയുള്ള SI ചോദിക്കുമ്പോൾ, എന്താ മാഡം ചെയ്യേണ്ടതെന്ന്. വിട്ടേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ വണ്ടി വന്ന് കയറട എന്ന് പറയുവാണ് അനിയോട്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം മെഡിക്കൽ എടുക്കണ്ടേ, അത് കഴിഞ്ഞാലേ എന്നെ സെല്ലിലാക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നന്ദു ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നീയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ,
അല്ല അങ്ങനെയല്ലേ സാധാരണ നിയമം, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. ഏതായാലും വണ്ടിയെ കയറ്റിയിരുത്തുന്നു. നന്ദുവിന് ആകെ സങ്കടമാണ്. നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. സ്റ്റേഷനിലേക്ക് ചെന്ന് അവിടുന്ന് ഇറങ്ങുമ്പോഴും ആ വണ്ടിയുടെ ഡോറെ പിടിച്ച് ചുമ്മാ നിന്ന് ചിരിക്കുക. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ അനി നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലുമ്പം അവിടെ കൂടെയുള്ള AICയോട് ചോദിക്കുന്നുണ്ട്, സാറേ എനിക്കൊരു ന്യൂസ് പേപ്പർ തരാമോന്ന്. എന്നിട്ട് ഈ രാത്രി നിനക്ക് എന്തിനാണ് ന്യൂസ് പേപ്പർ എന്ന് ചോദിക്കുമ്പോൾ പഴയതാണേലും മതി, ഇനിയിപ്പോൾ എന്നെ സെല്ലിൽ കിടത്തുമല്ലേ, ആ സമയത്ത് അവിടെ ഒന്ന് വിരിച്ച് കിടക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. അന്നേരം ആ SI നന്ദുവിനോട് ചോദിക്കും, ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫൈൻ അടിച്ച് വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും നിയമം ഒരുപോലെ, ഒരു ദിവസം അവൻ ഇതിനകത്ത് കിടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് സങ്കടപ്പെട്ട അനിയോട് ചോദിക്കുക, മൂർത്തി മുത്തശ്ശനെ പോലെ ഒരാളുടെ കൊച്ചുമകനാണ് നീ, അത് നീ മറന്നു പോകരുത്, നിനക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതല ഉള്ളതല്ലേ, അവിടുത്തെ GM അല്ലേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ASI കൂടെയുള്ള കോൺസ്റ്റബിളിനോട് പറയുവാണ്, ഇവൻ്റെ A to Z കാര്യം മേഡത്തിന് അറിയാലോ എന്ന് കളിയാക്കി പറയുന്നവരെ. അന്നേരം നന്ദു ഇത്തിരി ദേഷ്യത്തെ പറയും, അറിയാടോ, അതിനെന്താ ഇത്ര അതിശയം, എൻ്റെ 2 ചേച്ചിമാരെ വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കുന്ന ഇവൻ്റെ വീട്ടിലേക്കാണ്, ഇവൻ്റെ 2 ചേട്ടന്മാരാണ് എൻ്റെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാർ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ ഞങ്ങൾ വെറുതെ അങ്ങനെയൊന്നും അല്ല പറഞ്ഞതെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, താൻ എന്താ പറഞ്ഞത് എന്നൊക്കെ ഞാൻ കേട്ടു, അതിപ്പം അയാളുടെ ചെവി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ആനിയോട് ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവുക. അന്നേരം ആ ASI കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, അവനോടുള്ള ദേഷ്യമാണ് നമ്മോട് തീർത്തതെന്ന്. അന്നേരം അയാൾ പറയും, രണ്ടും തമ്മിൽ പ്രേമമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ASI പറയുവാണ്, അല്ലാണ്ട് പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാർ ഇതുപോലെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാർ വെറുതെ ഇരിക്കും എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ കൊണ്ട് നേരെ നന്ദുവിൻ്റെ ക്യാബിനിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ചോദിക്കുക, എന്തിനാ അനി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് ഈ സ്റ്റേഷനിൽ ഒരു വിലയുണ്ട്, അത് നീ ആയിട്ട് കളയരുത്, എനിക്കിവിടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ ഒരു തടസ്സം ഇപ്പം നീ മാത്രമാണ്, ശരിക്കും നിൻ്റെ കരണം തീർത്തോർണം തരുക ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, നീ വേണേ തല്ലിക്കോ, ഈ കവിളി തല്ലി മടുക്കുമ്പോൾ അപ്പുറത്തെ കവിളിലും തല്ലിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇന്ന് നീ ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ തന്നെ കിടത്തിക്കോ, എന്നാലും എനിക്ക് നിന്നെ കാണാമല്ലോ, ആ വീട്ടിൽ ചെന്ന് അനാമികയെ കാണുന്ന ഭേദം ഇവിടെ തന്നെ കിടക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും അനിയെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട്, നിൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം അനി പറയും, ഏതായാലും അനാമികയുടെ കൂടെ ഞാൻ ജീവിക്കുകയില്ല, അവളുടെ കൂടെ ഒരു ദിവസം പോലും ഞാൻ സ്വൈര്യമായിട്ട് ആ റൂമിൽ കഴിഞ്ഞിട്ടില്ല, ദാമ്പത്യം പോകട്ടെ ഒരു സൗഹൃദം പോലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നാണെങ്കിലും പോകേണ്ടതാണ്, അങ്ങനെ അവൾ പോകുമ്പം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരണം, അതല്ല അതിൻ്റെ ശരി എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, എനിക്കൊരു 2ാം കെട്ടുകാരനെ വേണ്ടാന്ന് പറയുവാണ് നന്ദു. അന്നേരം അനി പറയുന്നുണ്ട്, ഞാനൊരു 2ാം കെട്ടുകാരനൊന്നുമല്ല, ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് കരുതി അവനൊരു 2ാം കെട്ടുകാരനാകുന്നില്ല, ഞാനും അവളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഞങ്ങളൊരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല സൗഹൃദത്തോടു കൂടി പോലും ആ റൂമിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് എല്ലാവർക്കും അറിയാം, പുറമേ ഉള്ളവർക്ക് അവൾ എൻ്റെ ഭാര്യയായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ പോലും അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയില്ല, കാരണം അവർക്ക് എല്ലാവർക്കും ഇപ്പം കാര്യങ്ങൾ ഏകദേശം അറിയാം, അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി നീ ഇവിടെ നിന്ന് ശരിയാക്കിയല്ല എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കും. അന്നേരം ASI വന്നു കഴിയുമ്പോൾ ഇവനെ അപ്പുറത്ത് അങ്ങനെ കൊണ്ടിരുത്തുകയെന്ന് പറയും. അന്നേരം അനിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അയാൾ അങ്ങോട്ട്. അത് കഴിഞ്ഞ് ആകെ വിഷമത്തിലാണ് നന്ദു. ഈ സമയം വീട്ടിൽ ആദർശ് എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദർശിന് വൈകിട്ട് പാലോ കാപ്പി ഏതാണ്ട് കൊണ്ട് കൊടുക്കുകയാണ് നയന. അന്നേരമാണ് കറക്റ്റ് നന്ദുവിൻ്റെ ഫോൺ വരുന്നത്. ഫോൺ എടുത്ത് പോകുമ്പം ആദർശിൻ്റെ ഫോണിലേക്കാണ് കോൾ വരുന്നത്. ഫോൺ എടുക്കുമ്പോൾ നന്ദു ആയതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുവാണ് നയന. അന്നേരം എന്താ മോളെ എന്ന് ചോദിക്കുന്നത്, അതെ ചേച്ചിയും ആദർശേട്ടനോട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അതെന്തിനാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പ്രശ്നമുണ്ട്, കുടിച്ച് ലെക്കില്ലാതെ ചേച്ചിയുടെ അനിയൻ ദേ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇങ്ങോട്ട് പോരെ എന്ന് പറയും. എന്നിട്ട് അന്നേരം നയന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രശ്നമൊക്കെ ഇവിടെ വരുമ്പം പറയാം, ഏതായാലും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അന്നേരം ആദർശ് ചോദിക്കുക, എന്താ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അനി മദ്യപിച്ച് ലെക്കില്ലാതെ സ്റ്റേഷനിലോട്ട് ചെന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അവന് ഇപ്പം മനസ്സമാധാനം ഇല്ലാണ്ടായി, ഒരു നിരാശയാണ് അവന്, അതുകൊണ്ട് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഏതായാലും ഇവിടെയുള്ളവർ ഇതൊന്നും അറിയണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, നന്ദുവിന് നല്ലൊരു ജോലി കിട്ടിയതാണ്, അത് നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിയാണ് ഇപ്പോൾ അവൾക്കൊരു തടസ്സം എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയും, എന്താണെങ്കിലും ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയും. രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലുന്നു.
ചെന്ന് കഴിയുമ്പം നന്ദു പറയുന്നുണ്ട് അവൻ മനഃപൂർവ്വം മദ്യപിച്ചിട്ട് ചെക്കിങ് ഉള്ളിടത്തേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ മേലാത്ത അവസ്ഥയായി. അവൻ ഹെൽമെറ്റ് വെച്ചാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവനോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാണ്. എന്നിട്ടും എല്ലാവരുടെയും കേക്ക് അവൻ വിളിച്ചു പറഞ്ഞു അവൻ മദ്യപിച്ചിട്ടുണ്ട്, അവനെ ചെക്ക് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ഈ സ്റ്റേഷനിൽ ഒരു വിലയുണ്ട്, അത് അവൻ നഷ്ടപ്പെടുത്തും എന്നൊക്കെ നന്ദു പറയുവാണേ. അന്നേരം ഇത് കേൾക്കുന്ന നയന ചോദിക്കും ഇനിയിപ്പോൾ എന്താ ആദർശേട്ടാ ചെയ്യുന്നതെന്ന്. ആദർശ് പറയും എന്ത് ചെയ്യാനാ, നിങ്ങൾ ചേച്ചിയും അനിയത്തിയും എല്ലാവരും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ആദർശ് പറയുന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട് എല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ ആദർശൻ്റെ അമ്മയും അങ്ങനെ എല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, അവൻ വിളിച്ച ഫോൺ എടുക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണുമ്പം കാണാതെ പോവുകയും മൈൻഡ് ചെയ്യാതിരിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് അവൻ ഇത്രത്തോളം നിരാശ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവനെ ഒന്ന് ഉപദേശിക്കുക എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനി ഉപദേശിച്ചാലൊന്നും അവൻ നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ അത്രത്തോളം മനസ്സുകൊണ്ട് മടുത്തു കഴിഞ്ഞു അനാമികയെ. ഏതായാലും കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല, നമുക്ക് അവനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞ് കാണാനായിട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരവും നയന പറയുന്നുണ്ട് അവൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും, നന്ദുവിനെ നേരാവണ്ണം ജോലി ചെയ്യേണ്ടതല്ലേ, അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും ഏതായാലും പോയി കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാനായിട്ട് എഴുന്നേറ്റ് പോവുകയാണ് അനിയൻ. ഈ സമയം നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.